ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഒന്നാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് സബ്ജക്റ്റ് ആണ്. നമ്മുടെ യൂണിറ്റ് 6 ദ ഡ്രീം ബൈസൈക്കിൾ. ദ ഡ്രീം ബൈസൈക്കിൾ എന്ന പാഠം എല്ലാവരും വായിച്ചിട്ടുണ്ടല്ലോ അല്ലെ? എല്ലാവർക്കും സ്റ്റോറി അറിയാലോ. അപ്പൊ നമ്മൾ ഓൾറെഡി ഇതിന്റെ റീഡിംഗ് വീഡിയോ ചാപ്റ്ററിന്റെ റീഡിംഗ് വീഡിയോ എടുത്തു കഴിഞ്ഞതാണ്. അപ്പൊ ആ ക്ലാസ് കാണാത്തവർ നിങ്ങൾ കാണുക. നമ്മൾ അതിൽ മലയാളത്തിൽ നമ്മുടെ കഥ എന്താന്നുള്ളത് നമ്മൾ പറയുന്നുണ്ട്, എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, അതുപോലെ മീനിങ്സ് ഒക്കെ പറയുന്നുണ്ട്. തീർച്ചയായും ആ ക്ലാസ് കാണാത്തവർ നിങ്ങൾ കാണണം. അതേപോലെ നമ്മുടെ ഇംഗ്ലീഷ് സബ്ജക്റ്റിലെ മറ്റ് യൂണിറ്റുകളുടെ ക്ലാസ്സുകളും നമ്മൾ എടുത്തതാണ്. അപ്പൊ അതൊക്കെ നിങ്ങൾ എല്ലാവരും കാണുക. അപ്പൊ അതിന്റെ ലിങ്ക്, നമ്മൾ പ്ലേലിസ്റ്റിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള യൂണിറ്റിന്റെ ക്ലാസ്സുകൾ കാണാൻ സാധിക്കും. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ് ദ ഡ്രീം ബൈസൈക്കിൾ എന്ന പാഠത്തിലെ ആക്ടിവിറ്റീസ് ആണ്. എത്ര ആക്ടിവിറ്റീസ് ആണ് നമുക്കുള്ളത്? 6 ആക്ടിവിറ്റീസ് ആണ് നമുക്കുള്ളത്. ഓക്കെ, ഈ ചാപ്റ്ററിൽ 6 ആക്ടിവിറ്റീസ് ഉണ്ട്. അതേപോലെ ഐ റൈഡ് മൈ ലിറ്റിൽ ബൈസൈക്കിൾ എന്നുള്ളൊരു പോയം ഉണ്ട്. അതേപോലെ പിന്നെ എന്താ നമുക്ക് പഠിക്കാനുള്ളത്? ഐ നോ എന്നുള്ളൊരു സെക്ഷൻ. ഇത്രയുമാണ് ഇതിൽ ആക്ടിവിറ്റീസ് ആയിട്ട് നമുക്ക് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് ഒന്നാമത്തെ ആക്ടിവിറ്റി ചെയ്താലോ? ആക്ടിവിറ്റി 1 എന്താ നോക്കിക്കേ. സോനൂസ് ബർത്ത്ഡേ ഈസ് ഓൺ വെനസ്ഡേ. അപ്പൊ സോനുവിന്റെ ബർത്ത്ഡേ എന്നാന്നാ പറയുന്നത്? വെനസ്ഡേ. വെനസ്ഡേ എന്ന് ചെയ്ത ദിവസം ബുധനാഴ്ച അല്ലെ? ഓൺ സാറ്റർഡേ സോനു ആൻഡ് ഹിസ് ഗ്രാൻഡ് ഫാദർ വെന്റ് ടു ബൈ ദ പാർട്സ് ഓഫ് ദ ബൈസൈക്കിൾ. അപ്പൊ സൈക്കിൾ ഉണ്ടാക്കാനുള്ള പാർട്സ് ഒക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് സോനുവും ഗ്രാൻഡ് ഫാദറും കൂടെ, സോനുവിന്റെ മുത്തശ്ശനും കൂടി സാറ്റർഡേ കടയിൽ പോയി. ഗ്രാൻഡ് ഫാദർ സ്റ്റാർട്ടഡ് മേക്കിംഗ് ദ ബൈസൈക്കിൾ ഓൺ സൺഡേ. സൺഡേ ഗ്രാൻഡ് ഫാദർ സൈക്കിൾ ഉണ്ടാക്കാൻ തുടങ്ങി. സൺഡേ വെച്ചത് ഏത് ദിവസമാണ്? ഞായറാഴ്ച. What Sonu and his grandfather did for 7 days are given in the table. അങ്ങനെ സോനുവും ഗ്രാൻഡ് ഫാദറും 7 ദിവസവും എന്താ ചെയ്തെന്നുള്ളതാണ് നമുക്ക് ഈ ടേബിൾ കൊടുത്തിരിക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യണം? ഈ ടേബിളിലെ വിട്ടുപോയ ഭാഗങ്ങൾ കംപ്ലീറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഇവിടെ ഈ കോളത്തിൽ ഡേയ്സ് തന്നിട്ടുണ്ട്. അടുത്ത കോളത്തിൽ എന്താണ്? വാട്ട് സോനു ആൻഡ് ഗ്രാൻഡ് ഫാദർ ഡിഡ്. സോനുവും ഗ്രാൻഡ് ഫാദറും ഓരോ ദിവസം എന്താണ് ചെയ്തത് അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പൊ ആദ്യം നമുക്ക് ഡേയ്സ് കംപ്ലീറ്റ് ചെയ്യാം. ഇവിടെ എന്താണ്? സാറ്റർഡേ തന്നിട്ടുണ്ട്. ആദ്യത്തെ ദിവസം സാറ്റർഡേ ആണ് നമ്മുടെ ഗ്രാൻഡ് ഫാദറും സോനും കടയിൽ പോയി പാർട്സ് വാങ്ങിയത് സൈക്കിളിന്റെ. അടുത്ത സാറ്റർഡേ കഴിഞ്ഞ അടുത്ത ദിവസം ഏതാണ്? സാറ്റർഡേ കഴിഞ്ഞ അടുത്തത് സൺഡേ. സൺഡേ കഴിഞ്ഞ അടുത്തത് സൺഡേ വെച്ച് ഞായറാഴ്ച. അടുത്തത് മൺഡേ. മൺഡേ പറഞ്ഞ ഏത് ദിവസമാണ്? തിങ്കളാഴ്ച അല്ലെ? മൺഡേ കഴിഞ്ഞ അടുത്തത് ട്യൂസ്ഡേ, ചൊവ്വാഴ്ച. അടുത്തത് വെനസ്ഡേ, ബുധൻ. ഓക്കെ, ബുധനാഴ്ച. അടുത്ത തേഴ്സ്ഡേ എന്ന് വെച്ചാൽ ഏതാണ്? വ്യാഴം. വ്യാഴാഴ്ച നമ്മൾ തേഴ്സ്ഡേ പറയാം. ഫ്രൈഡേ, വെള്ളിയാഴ്ച. ഓക്കെ, പിന്നെ ഫ്രൈഡേ കഴിഞ്ഞ് വീണ്ടും അടുത്ത സാറ്റർഡേ അല്ലേ? അപ്പൊ നമ്മുടെ ഡേയ്സ് 7 ദിവസമാണ് 1 വീക്കിലുള്ളത്. ഒരാഴ്ചയിൽ 7 ദിവസമുണ്ട്. ഏതൊക്കെയാണ് നമ്മുടെ ഡേയ്സ്? സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ ആൻഡ് സാറ്റർഡേ. ഇതാണ് നമ്മുടെ 7 ദിവസങ്ങള്. ഓക്കെ, അപ്പൊ ഇവിടെ സാറ്റർഡേയില് നമ്മൾ എന്താണ് സോനും ഗ്രാൻഡ് ഫാദറും ചെയ്ത് നോക്കാം. സാറ്റർഡേയില് സോനുവിന്റെ കൂടെ ആരാണ് ഷോപ്പിൽ പോയത്? ഡാഷ് ആൻഡ് സോനു വെന്റ് ടു ദ ഷോപ്പ്. സോനുവിന്റെ കൂടെ ആരാണ് ഷോപ്പിൽ പോയതെന്നാണ് ഇവിടെ എഴുതുന്നത്. ആരാ പോയത്? ഗ്രാൻഡ് ഫാദർ. ഗ്രാൻഡ് ഫാദർ ആൻഡ് സോനു വെന്റ് ടു ദ ഷോപ്പ്. അടുത്തത് ഇവിടെ നോക്കൂ, സൺഡേ. സൺഡേ എന്താ ചെയ്തത് അവര്? ഗ്രാൻഡ് ഫാദർ സ്റ്റാർട്ടഡ് മേക്കിംഗ് ദ ബൈസൈക്കിൾ. ഗ്രാൻഡ് ഫാദർ സൈക്കിൾ ഉണ്ടാക്കാൻ തുടങ്ങി. മൺഡേ ദ ബൈസൈക്കിൾ ഇസ് ഓൾമോസ്റ്റ് റെഡി. ഗ്രാൻഡ് ഫാദർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സൈക്കിൾ ഏകദേശം റെഡി ആവാനായി. ട്യൂസ്ഡേ ദ ഡേ ബിഫോർ സോനൂസ് ബർത്ത്ഡേ. സോനുവിന്റെ പിറന്നാൾ, ബർത്ത്ഡേയുടെ തലേ ദിവസമാണ് ട്യൂസ്ഡേ. വെനസ്ഡേ എന്താണ് അപ്പോ? സോനൂസ് ബർത്ത്ഡേ. അടുത്തത് തേഴ്സ്ഡേ ദ ഡേ ആഫ്റ്റർ സോനൂസ് ബർത്ത്ഡേ. സോനുവിന്റെ പിറന്നാൾ, ബർത്ത്ഡേയുടെ അടുത്ത ദിവസമാണ് തേഴ്സ്ഡേ. ഫ്രൈഡേ സോനു ആൻഡ് ഹിസ് ഫ്രണ്ട്സ് വെന്റ് ഫോർ എ. ഫ്രൈഡേ സോനുവും ഫ്രണ്ട്സും എങ്ങോട്ട് പോയി? എന്തിനു പോയി? റൈഡിന് പോയി അല്ലെ? പുതിയ സൈക്കിൾ ഓടിക്കാൻ പോയി. അപ്പൊ നമ്മൾ ആക്ടിവിറ്റി 1 ആണ്. അപ്പൊ നമ്മൾ ആക്ടിവിറ്റി 1ൽ എന്തൊക്കെ പഠിക്കണം? നമ്മൾ ഡേയ്സിന്റെ പേരുകളെല്ലാം പഠിക്കുക. ഓക്കെ, അടുത്ത ആക്ടിവിറ്റി 2 ആണ്. ആക്ടിവിറ്റി 2 നോക്കൂ, എന്താ ചെയ്യാൻ പറഞ്ഞത്? റീഡ് ദ വേർഡ്സ് ഗിവൺ ഇൻ ദ ബോക്സ് ആൻഡ് മാർക്ക് ദം ഓൺ ദ ബൈസൈക്കിൾ ഇൻ ദ പിക്ചർ. ഇവിടെ തന്നിരിക്കുന്ന വാക്കുകൾ വായിക്കുക, എന്നിട്ട് അത് ഓരോന്നും ഈ കാണുന്ന ബോക്സിൽ എന്താണ്, ഇതിന്റെ പേരെന്താന്നുള്ളത് എഴുതുക. ഓക്കെ, ഇവിടെ എന്തൊക്കെ തന്നിരിക്കുന്ന? പെഡൽ, സ്റ്റാൻഡ്, സീറ്റ്, ഹാൻഡിൽ, ലൈറ്റ്. ഓക്കെ, ഇവിടെ നോക്കൂ, നമ്മൾ ഓരോ പേരുകൾ എഴുതാനുള്ള സ്ഥലം ഇവിടെ കോളം കൊടുത്തിട്ടുണ്ട്, അവിടെ എഴുതുക. ഇവിടെ ഒന്ന് എഴുതിയിട്ടുണ്ട് അല്ലെ? ഇവിടെ നോക്കൂ, ഇത് എന്താണ്? ഇത് സൈക്കിളാണ്. സൈക്കിളിന്റെ ഏത് ഭാഗമാണ് ഇത്? ടയർ. ഓക്കെ, അടുത്തത് ഇത് ഏത് ഭാഗമാണ്? നോക്കൂ, ഇവിടെ ഈ ഭാഗത്ത് നമ്മൾ പറഞ്ഞ പേരെന്താണ്? ഹാൻഡിൽ. ഹാൻഡിൽ. അടുത്തത് നെക്സ്റ്റ് എന്താണ്? ലൈറ്റ്. അടുത്ത് നമ്മൾ നോക്കൂ, ചവിട്ടുന്ന ഭാഗം അല്ലെ? ഇതിന് നമ്മൾ പറഞ്ഞ പേരെന്താണ്? പെഡൽ. പെഡൽ. അടുത്തത് പിന്നെന്താ? ഇതിന് നമ്മൾ പറഞ്ഞ ഇവിടെ ഇരിക്കുന്ന പാർട്ട് ഏതാണ്? സീറ്റ്. പിന്നെ ഇതെന്താ? സ്റ്റാൻഡ്. ഓക്കെ, അപ്പൊ നമ്മൾ ബൈസൈക്കിളിന്റെ പാർട്സ് ആണ് പഠിക്കുന്നത്. എന്തൊക്കെയാണ്? ഹാൻഡിൽ, ലൈറ്റ്, പെഡൽ, സീറ്റ്, ടയർ, സ്റ്റാൻഡ്. ഓക്കെ, നെക്സ്റ്റ് ആക്ടിവിറ്റി 3. ആക്ടിവിറ്റി 3 എന്താണ്? നോക്കൂ, ഒരു ചിത്രം തന്നിട്ടുണ്ട് അല്ലെ? ലുക്ക് അറ്റ് ദ പിക്ചർ. ഈ ചിത്രം നോക്കിക്കേ. ദിസ് ഈസ് സോനുസ് ഫാമിലി. ഇത് സോനുവിന്റെ ഫാമിലിയാണ്. ഡോണ്ട് യു നോ ദം? നിങ്ങൾക്ക് അറിയില്ലേ ഇവരെയൊക്കെ?
Who is painting? ആരാണ് ഇവിടെ പെയിന്റ് ചെയ്യുന്നത് നോക്കൂ. ആരാ പെയിന്റ് ചെയ്യുന്നത്? സോനുവിന്റെ ആരാണ്? ഫാദർ. ഓക്കെ. ഹു ഇസ് ഫിക്സിംഗ് ദ പാർട്സ്? പാർട്സ് എല്ലാം ഫിക്സ് ചെയ്യുന്നത് യോജിപ്പിക്കുന്നത് ആരാണ് നോക്കൂ ഇവിടെ. സോനുവിന്റെ ആരാ? ഗ്രാൻഡ് ഫാദർ. ഹു ഇസ് വാട്ടറിംഗ് ദ പ്ലാന്റ്സ്? ചെടിക്ക് വെള്ളം ഒഴിക്കുന്നത് ആരാണ്? മദർ. വാട്ട് ഇസ് സോനു ഡൂയിങ്? സോനു എന്താണ് ചെയ്യുന്നത്? ഹി ഈസ് ഹെൽപ്പിംഗ് ഹിസ് ഫാദർ. അച്ഛനെ സഹായിക്കുന്നു അല്ലെ. ആക്ടിവിറ്റി 4. Here is a song on family. Let's sing it together. അപ്പോൾ ഫാമിലിയെ കുറിച്ചിട്ട് ഒരു പോയം ഇവിടെ തന്നിട്ടുണ്ട്. നമുക്ക് ആദ്യം ആ സോങ് ഒന്ന് വായിക്കാം. ഓക്കെ. ഫാമിലി. This is my home. Open the door. There you can see mother, father, sister and me. Mummy and Papa are so much fun. They are the best under the sun. Grandpa and Grandma are so jolly. We are all a happy little family. Okay, നല്ലൊരു ഫാമിലിന്റെ ഒരു പോയാണ് അല്ലേ. അപ്പോൾ now draw the picture of Sonu's family. Can you mention who they are? ഇവിടെ എന്താ നിങ്ങൾ ചെയ്യാൻ പറയുന്നത്? സോനുവിന്റെ ഫാമിലി ഡ്രോ ചെയ്യാനാണ് പറയുന്നത്, വരയ്ക്കാനാണ് പറയുന്നത്. ഡ്രോ ചെയ്ത് കളറൊക്കെ കൊടുക്കുക. എന്നിട്ട് ആ ഓരോരുത്തരും ആരൊക്കെയാണ്, സോനുവിന്റെ ആരൊക്കെയാണെന്ന് എഴുതുകയും ചെയ്യണം. ഇതുപോലെ നമ്മൾ സോനുവിനെ വരയ്ക്കണം. ഇതുപോലെ സോനുവിന്റെ ഫാദർ, മദർ, അതുപോലെ ഗ്രാൻഡ് മദർ, ഗ്രാൻഡ് ഫാദർ, സോനും സിസ്റ്ററും അല്ലെ. പോയതിൽ പറയുന്നില്ലേ, മദർ ഉണ്ട്, ഫാദർ ഉണ്ട്, സിസ്റ്റർ ഉണ്ട്, ഗ്രാൻഡ് പി ഉണ്ട്, ഗ്രാൻഡ് മീ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതുപോലെ നമ്മൾ എന്ത് ചെയ്യുക, അതുപോലെ പേര് മെൻഷൻ ചെയ്യുക. ആരൊക്കെയാണെന്നുള്ളത് സോനു, സിസ്റ്റർ, ഫാദർ, മദർ, ഗ്രാൻഡ് മദർ, ഗ്രാൻഡ് ഫാദർ. മുത്തശ്ശിനെ നമ്മൾ പറയുന്നത് ഗ്രാൻഡ് ഫാദർ പറയും. നമ്മൾ അമ്മൂമ്മയെ, മുത്തശ്ശി നമ്മൾ എന്ത് പറയും? ഗ്രാൻഡ് മദർ എന്ന് പറയും. ഓക്കെ. അടുത്തത് നെക്സ്റ്റ് നോക്കൂ. ആക്ടിവിറ്റി 5. fill in the blanks suitably. ഇവിടെ നോക്കൂ, ഇവിടെ നമ്മൾ മൈ ഫാദേഴ്സ് ഫാദർ ഈസ് മൈ. അച്ഛനെ നമ്മൾ എന്താണ് ഇംഗ്ലീഷിൽ പറയുക? ഫാദേഴ്സ് ഫാദറിന് എന്താ പറയുക? ഗ്രാൻഡ് ഫാദർ. എന്താണ്? ഗ്രാൻഡ് ഫാദർ. അടുത്തത് മൈ ഫാദർ ആൻഡ് മദർ ആർ മൈ. അച്ഛനും അമ്മയും നമ്മുടെ ആരാണ്? പാരൻസ് ആണ്. ആരാണ്? പാരൻസ്. മൈ അങ്കിൾസ് വൈഫ് ഈസ് മൈ. അങ്കിളിന്റെ വൈഫിന് നമ്മൾ എന്താ പറയുക? ആൻഡ്. മൈ അങ്കിൾസ് ഡോട്ടർ ഇസ് മൈ. അങ്കിളിന്റെ ഡോട്ടറിന് നമ്മൾ പറയുന്ന പേരെന്താണ്? അങ്കിളിന്റെ മകളെ നമ്മുടെ ആരാണ്? അങ്കിളുടെ മകള്? കസിൻ. ഓക്കെ. മൈ മദേഴ്സ് മദർ ഈസ് മൈ. അമ്മയുടെ അമ്മനെ എന്താ വിളിക്കുക? അമ്മയുടെ അമ്മ ആരാണ്? നമ്മുടെ ഗ്രാൻഡ് മദർ. മൈ ഫാദേഴ്സ് ബ്രദർ ഈസ് മൈ. അച്ഛന്റെ ബ്രദർ, അച്ഛന്റെ ചേട്ടനും അനിയനും ആരായിരിക്കും? നമ്മുടെ അങ്കിൾ. മൈ ഫാദേഴ്സ് ബ്രദർ ഈസ് മൈ അങ്കിൾ. ഓക്കെ. നമ്മുടെ ആക്ടിവിറ്റി 5. നെക്സ്റ്റ് നമ്മുടെ ആക്ടിവിറ്റി 6. Sonu and his friends decided to go for a ride on his new bicycle on January 4, 7, 15, 16, 20, 24 and 26. അപ്പോൾ സോനുവും ഫ്രണ്ട്സും കൂടി എന്ത് തീരുമാനിച്ചു? അവന്റെ പുതിയ ബൈസൈക്കിളിൽ റൈഡിന് പോകാൻ തീരുമാനിച്ചു. ആ തീയതികളാണ്, ആ ദിവസങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ലുക്ക് അറ്റ് ദ calendar and find out which day of the week these days happen to you. അപ്പോൾ ഇവിടെ നോക്കി, calendar നോക്കിയിട്ട് നമ്മൾ ഏത് ദിവസമാണ്, ഡേ എന്ന് വെച്ചാൽ എന്താണ്? സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ. നമ്മൾ ആക്ടിവിറ്റി 1 പഠിച്ചില്ല, അത് നമ്മൾ പറയുന്നതാണ് ഡേ എന്ന് പറയുന്നത്, ദിവസങ്ങൾ. ഓക്കെ. അപ്പൊ ഇത് നമ്മൾ ഈ നമ്പേഴ്സ് കണ്ടില്ലേ, നമ്മൾ പറയുന്നത് ഡേറ്റ് എന്നാണ് പറയുക. അപ്പൊ ഈ ഓരോ ഡേറ്റും ഏത് ഡേ ആണ് വരുന്നത് അതിവിടെ എഴുതുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ. ഇത് നോക്കിയിട്ട് എഴുതുക. 4 നോക്കൂ. 4 ഇവിടെ 4 കണ്ടില്ല, ഇതാ 4 ഏത് ദിവസമാണെന്ന് മേലേക്ക് നോക്കിയാൽ മതി, കോളം നോക്കിയാൽ മതി. 4 ഏത് ദിവസമാണ്? ഫ്രൈഡേ. അടുത്തത് 7 നോക്കൂ. 7 ഏത് ദിവസമാണ്? മൺഡേ. അടുത്തത് 15 കണ്ടില്ലേ, ഇതാണ്ടോ 15 ഏത് ദിവസമാണ് വരുന്നത് നോക്കൂ, ഏത് ഡേ ആണ്? ട്യൂസ്ഡേ. 16 ഏത് ഡേ ആണ്? വെനസ്ഡേ. 20 സൺഡേ. 24 തേഴ്സ്ഡേ. 26 സാറ്റർഡേ. ഓക്കെ. അപ്പൊ ഇത് നമ്മൾ കാലണ്ടർ നോക്കിയിട്ട് കറക്റ്റ് ആയിട്ടുള്ള ഡേയ്സ് എടുത്ത് എഴുതുക. അതാണ് നമ്മുടെ ആക്ടിവിറ്റി 6. അടുത്തത് നമ്മുടെ ആക്ടിവിറ്റി 6 ആക്ടിവിറ്റീസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ എല്ലാവർക്കും ആക്ടിവിറ്റീസ് മനസ്സിലായില്ലേ? ഇനി നമുക്കൊരു പോയം ആണുള്ളത്. ഐ റൈഡ് മൈ ലിറ്റിൽ ബൈസൈക്കിൾ എന്നുള്ളൊരു പോയമാണ്. ഓക്കെ. അപ്പൊ ഇവിടെ നോക്കി, ഇത് ചിത്രത്തിൽ എന്താ കാണുന്നത്? ഒരു കുട്ടി സൈക്കിൾ ഓടിക്കുന്നുണ്ട്. ഇവിടെ നോക്കൂ, ഇത് കണ്ടിട്ട് മനസ്സിലായില്ലേ? നമ്മൾ പറഞ്ഞ പേരെന്താണ്? നമ്മൾ പറയുന്നത് ഒരു പോയം, ട്രാഫിക് എന്നുള്ളൊരു പോയം പഠിച്ചു അല്ലേ? നമ്മൾ ട്രാഫിക് ലൈറ്റ് ആണിത്. ഓക്കെ. ട്രാഫിക് ലൈറ്റ് ആണ്. നമുക്ക് പോയം റീഡ് ചെയ്യാം. I ride my little bicycle. I ride it to the shop. And when I see the big red light, I know I have to stop.
അപ്പോൾ നോക്കൂ, കുട്ടി സൈക്കിൾ ഓടിച്ചിട്ട് പോവുകയാണ്. ഞാൻ എൻ്റെ സൈക്കിൾ ഓടിക്കുന്നു. എങ്ങോട്ട് ഓടിക്കുന്നത്? എവിടേക്കാ പോകുന്നത്? ഷോപ്പിലേക്ക് പോവാണ്. I ride it to the shop. ഞാൻ ഷോപ്പിലേക്കാണ് പോകുന്നത്. ആൻഡ് when I see the big red light, ഞാൻ റെഡ് ലൈറ്റ് കാണുമ്പോൾ, ഈ വലിയ റെഡ് ലൈറ്റ് കാണുമ്പോൾ എനിക്കറിയാം അത് നിർത്താനാണ്. സൈക്കിൾ സ്റ്റോപ്പ് ചെയ്യണം, നിർത്തണം. I ride my little bicycle. I ride it to the gate. And when I see the yellow light, I know I have to wait. എങ്ങോട്ട് പോകുമ്പോൾ നമ്മളിതുപോലെ യെല്ലോ ലൈറ്റ് കാണുമ്പോൾ എന്ത് ചെയ്യണം? വെയിറ്റ് ചെയ്യണം. I ride my little bicycle. I ride it to the show. And when I see the big green light, I know that I can go. അപ്പോൾ എന്താ പറയുന്നത്? ഞാൻ എൻ്റെ സൈക്ലിംഗ് കൊണ്ട് പോകുമ്പോൾ, എങ്ങോട്ട് പോകുമ്പോൾ? I ride it to the gate. ഗേറ്റിന്റെ അടുത്തോട്ട് പോകുമ്പോൾ എനിക്കറിയാം യെല്ലോ ലൈറ്റ് കാണുമ്പോൾ, മഞ്ഞ കളർ ലൈറ്റ് കാണുമ്പോൾ വെയിറ്റ് ചെയ്യണം. നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് പോവരുത്, വെയിറ്റ് ചെയ്യണം. വീണ്ടും അടുത്തത്, I ride my little bicycle. I ride it to the show. ഷോ കാണാൻ ഞാൻ റൈഡ് ചെയ്ത് പോവുകയാണ്. അപ്പൊ ഞാൻ എന്ത് കണ്ടു? ഗ്രീൻ ലൈറ്റ് കാണുമ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ മുന്നോട്ട് പോകണം. ഓക്കെ, അപ്പൊ ഇവിടെ ട്രാഫിക് ലൈറ്റിന്റെ കളേഴ്സിനെ കുറിച്ച് പറയുന്നുണ്ട് അല്ലേ? അപ്പൊ നമ്മൾ ട്രാഫിക്കിന്റെ നമ്മൾ പോയുണ്ട്. അത് നമ്മൾ റീഡിംഗ് വീഡിയോയിൽ, അതായത് ഈ ചാപ്റ്ററിന്റെ നമ്മൾ യൂണിറ്റ് 6ന്റെ ദ ഡ്രീം ബൈസൈക്കിൾ നമ്മൾ റീഡിംഗ് വീഡിയോയില്, ആ റീഡിംഗ് ക്ലാസ്സിൽ നമ്മൾ ആ പോയും കൂടി പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ പോയം മനസ്സിലായില്ലേ? I ride my little bicycle. അടുത്തത് നമ്മുടെ I know എന്നുള്ള സെക്ഷൻ ആണ്, നമ്മുടെ ലാസ്റ്റ് സെക്ഷൻ. ഫൈൻഡ് മീ ഓൺ ദ ബൈസൈക്കിൾ. ഇവിടെ ഓരോ ഡേയ്സിന്റെയും ക്ലൂ ആണ് ഇവിടെ തന്നിരിക്കുന്നത്. അത് റീഡ് ചെയ്തിട്ട് അവിടെ നമ്മൾ എന്ത് ചെയ്യണം? പേരെഴുതുക. കറക്റ്റ് ആയിട്ട് ഈ സൈക്കിളിനുള്ളിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഡേയ്സിന്റെ പേര് എഴുതേണ്ടത്. ഡേയ്സ് പഠിച്ചില്ലേ? നമ്മൾ സൺഡേ തൊട്ടിട്ട് സാറ്റർഡേ വരെ പഠിച്ചില്ലേ? ആ ഡേയ്സിന്റെ പേരാണ് എഴുതേണ്ടത്. നോക്കിക്കേ, I am the first day of the week. Write me on the handle of the bicycle. വീക്ക് എന്ന് വെച്ചാൽ എന്താ? ഒരാഴ്ചയെ നമ്മൾ പറയുന്നത് വീക്ക് എന്നാ പറയാ. നമ്മളെ വീക്കില് ഫസ്റ്റ് ഡേ പറയണത് ഏത് ദിവസം? നമ്മൾ സൺഡേ തൊട്ട് സാറ്റർഡേ വരെ പഠിച്ചില്ലേ? അതിൽ ഫസ്റ്റ് ദിവസം എന്ന് പറയുന്നത് സൺഡേ ആണ്. അപ്പൊ സൺഡേ നമ്മൾ എവിടെ എഴുതണം? ഈ സൈക്കിളിന്റെ ഹാൻഡിൽ. ഹാൻഡിൽ വെച്ച് ഇവിടെ അല്ലെ നമ്മൾ പിടിക്കുന്ന ഭാഗം, ഹാൻഡിൽ. ഇവിടെയാണ് എന്ത് ചെയ്യേണ്ടത്? നമ്മൾ ഈ കാണുന്ന കോളം കണ്ടില്ലേ? ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക? ഓരോ കോളത്തിൽ ഓരോ സ്പെല്ലിങ്, SUNDAY, അങ്ങനെ നമ്മൾ സൺഡേയുടെ സ്പെല്ലിങ് എഴുതുക. ഇതുപോലെ എഴുതുക. അടുത്തത് സെക്കൻഡ് വൺ, I am the last day of the week. Write me on the front wheel. നമ്മൾ വീക്കില് ലാസ്റ്റ് ദിവസം ഏതാണ്? നമ്മുടെ 7ാമത്തെ ദിവസം നമ്മൾ പറയുന്നത് ഏതാ? സാറ്റർഡേ. ഏതാണ്? സാറ്റർഡേ. അതെവിടെ എഴുതണം? ഫ്രണ്ട് വീൽ, ആദ്യത്തെ മുൻവശത്തുള്ള ചക്രത്തിൽ എഴുതുക. ഓരോ കോളത്തിൽ ഓരോ സ്പെല്ലിംഗ് വരുന്ന രീതിയിൽ എഴുതുക. സാറ്റർഡേ. ഓക്കെ, ഇതാണ് എന്താ സാറ്റർഡേയുടെ സ്പെല്ലിംഗ്? SATURDAY. ഓക്കെ, അടുത്ത മൂന്നാമത്തെ, I am the middle day of the week. Write me on the back wheel. അപ്പൊ നമ്മൾ 7 days ഉണ്ടെന്ന് അറിയാം അല്ലെ? അപ്പൊ അതിൽ ഏറ്റവും നടുക്ക് വരുന്ന ദിവസം ഏതാണ്? അതിന്റെ പേര് നമ്മൾ ഈ ബാക്ക് വീലിൽ എഴുതുക. ഏതാണ്? വെനസ്ഡേ. WEDNESDAY. വെനസ്ഡേ. അടുത്തത്, I am the day that starts with the letter F. Write me on the seat. അപ്പൊ എഫിൽ സ്റ്റാർട്ട് ചെയ്യണ ഡേയുടെ പേരെന്താണ്? അറിയില്ല എല്ലാവർക്കും. അപ്പൊ അതെന്ത് ചെയ്യുക? സീറ്റിൽ. ഇതാണ് സീറ്റ്. ഇവിടെ എഴുതുക. എഫിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഡേയുടെ പേരെന്താണ്? ഫ്രൈഡേ. ഓക്കെ, ഫ്രൈഡേ. അടുത്തത്, I am the third day of the week. Write me on the frame painted red. അപ്പൊ ആഴ്ചയിലെ 3ാമത്തെ ദിവസം ഏതാണ്? അതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഈ റെഡ് കളർ പെയിന്റ് അടിച്ചതിന്റെ ഉള്ളിൽ എഴുതേണ്ടത്. ഏതാണ് 3ാമത്തെ ദിവസം? ട്യൂസ്ഡേ. ഏതാണ്? ട്യൂസ്ഡേ. അടുത്തത്, I am the 5th day of the week. Write me on the frame painted blue. 5th ഡേന്റെ പേര് നമ്മൾ എവിടെ എഴുതണം? ഈ ബ്ലൂ കളർ പെയിന്റ് അടിച്ചതിന്റെ അകത്ത് എഴുതുക. എന്താണ്? തേഴ്സ്ഡേ. ഓക്കെ, തേഴ്സ്ഡേ. അടുത്തത്, I am the 2nd day of the week. Write me on the frame painted green. ഗ്രീൻ കളർ പെയിന്റ് അടിച്ചെടുത്ത് നമ്മൾ എന്ത് ചെയ്യുക? 2ാമത്തെ ദിവസം വീക്കിലെ 2nd ഡേന്റെ പേര് എഴുതുക. ഏത് 2nd ഡേ? മൺഡേ. അത് നമ്മൾ ഈ ഗ്രീൻ കളർ പെയിന്റ് അടിച്ചതിന്റെ അകത്ത് എഴുതുക. ഓക്കെ, അപ്പൊ നമ്മൾ ഡേയ്സ് ആണ് ഇവിടെ ചെയ്യാൻ പറയുന്നത്. ഡേയ്സിന്റെ പേര് നിർബന്ധമായും തീർച്ചയായിട്ടും നിങ്ങൾ പഠിക്കുക. സൺഡേ തൊട്ടിട്ട് സാറ്റർഡേ വരെയുള്ള 7 ഡേയ്സിന് സ്പെല്ലിംഗ് പഠിക്കുക. ഓക്കെ, അപ്പൊ എല്ലാവർക്കും നമ്മുടെ ക്ലാസ് മനസ്സിലായില്ലേ? നമ്മൾ എല്ലാ ആക്ടിവിറ്റീസും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ നമ്മുടെ ചാപ്റ്റർ മലയാളത്തിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കാണണം, ക്ലാസ് കാണുക, എന്നിട്ട് നമ്മുടെ ആക്ടിവിറ്റീസ് എല്ലാം ചെയ്യുക. ഓക്കെ, അപ്പൊ ആക്ടിവിറ്റീസ് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക. താങ്ക്